എത്ര നാളായി നമ്മൾ വല്ല വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും കാണാൻ വേണ്ടേ? ഒരു 200 230 വ്യൂസ്, അതിന് മുകളിലേക്ക് വ്യൂസ് പോകുന്നേയില്ല. നമ്മളൊരു യൂട്യൂബ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് വളരെ കഷ്ടപ്പെട്ടാണ്. വീഡിയോ ക്യാമറ ആംഗിളൊക്കെ മാറ്റി വെച്ച് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്ത് കഴിയുമ്പം വ്യൂസ് വന്നില്ലെങ്കിൽ ശരിക്കും നമ്മൾ നല്ല സങ്കടമാവും. ഇപ്പം ഞാൻ ഒരു കാര്യം പറയാണ്, എനിക്ക് കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു കാര്യം കീപ്പ് ചെയ്യണം. അത് എൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഈ കൺസിസ്റ്റൻ്റായിട്ട് ഓരോ കാര്യം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്, അതൊരു റൂട്ടീനായിട്ട് വരാത്തതുകൊണ്ട് എനിക്ക് കുറേ കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. യൂട്യൂബ് വരെ എനിക്ക് അങ്ങനെയായിരുന്നു. നല്ല രീതിയിൽ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇട്ടിരുന്ന് മോണിറ്റൈസേഷനുമായി ഏണിങ്സും കയറാൻ തുടങ്ങിയപ്പം എനിക്ക് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അതെൻ്റെ മണ്ടത്തരം. ഇപ്പം ഞാനത് ഓർത്ത് നല്ലോണം റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പം എനിക്ക് കുറേ നാൾ ജോലിയൊക്കെ ചെയ്തിട്ട് ഇപ്പം എനിക്ക് ജോലി വിട്ടു പോകേണ്ട ഒരു സാഹചര്യം വന്നിട്ട് എനിക്ക് മറ്റൊരു ഏണിങ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നല്ല ബുദ്ധിമുട്ടുന്നുണ്ട്. എനിക്ക് ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് എനിക്ക് വേറെ ഒന്നിനും പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ദൈവമേ അന്നത്തെ ആ ഒരു വീഡിയോ ഞാൻ ചെയ്തുകൊണ്ടിരുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്ന് എങ്ങനെയെങ്കിലും കുറച്ചെങ്കിലും ഒരു ഏണിങ്സ് എനിക്ക് വന്നേനായിരുന്നു. നമുക്ക് ലേഡീസിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് നമ്മൾ ലേഡീസാണ് ശരിക്കും യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരും സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ അതിലേക്ക് പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഉണ്ടാക്കണം. യൂട്യൂബിൽ വ്യൂസ് മാത്രമല്ലല്ലോ, അതല്ലാതെയും നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാം. ഒരു ബിസിനസ് പരമായിട്ട് നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ കാണാം. ഇപ്പം നമ്മളൊരു ബിസിനസ്സിന് ഇറങ്ങിത്തിരിക്കുമ്പം നമ്മൾ ഒരു ഓൺലൈൻ ബിസിനസ് തുടങ്ങാമെന്ന് വിചാരിച്ചു. എത്രത്തോളം പോസ്റ്റും എത്രത്തോളം ഫോട്ടോസും പോസ്റ്റുകളും ഒക്കെ ചെയ്താലാണ് ആ പ്രൊഡക്റ്റിനെ പറ്റി മാർക്കറ്റ് ചെയ്താലുമാണ് നമ്മൾ കസ്റ്റമേഴ്സിലേക്ക് എത്തുന്നത്. അതേപോലെ തന്നെയാണ് നമ്മളിടുന്ന വീഡിയോസ് നമുക്ക് വേണ്ട ഓഡിയൻസിൻ്റെ അടുത്ത് എത്തി അവർ ട്രസ്റ്റ് ചെയ്ത് അവർ നമ്മുടെ വീഡിയോസ് കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ട് തിരിച്ച് വീണ്ടും നമ്മൾ അടുത്ത വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ വീണ്ടും നമ്മളെ ചാനലിനകത്ത് വന്ന് കാണണം. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവർ വീണ്ടും അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇനിയിപ്പം വളരെ കുറഞ്ഞ വ്യൂസ് ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് ഒരാളെ വന്നുള്ളെങ്കിലും ആ ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ ചെയ്യണം. നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് കുറച്ച് ഓഡിയൻസ് ആണെന്ന് കരുതുക. ഇപ്പം എൻ്റെ ചാനലിൽ 2100 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഈ 2100 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ഞാൻ കാണുന്നത് എൻ്റെ മുന്നിലിരിക്കുന്ന ഒരു ഓഡിയൻസ് ആയിട്ടാണ്. അപ്പം ഒരു ഓഡിറ്റോറിയത്തിൻ്റെ തൊട്ട് മുന്നിൽ നിന്നിട്ട് ഞാനിങ്ങനെ സംസാരിക്കുകയാണ്. എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഓപ്പൺലി എനിക്ക് ക്യാമറ നോക്കി ഞാൻ സംസാരിക്കുന്നതെന്ന് പറയുന്നത് ഒരു ഓഡിയൻസ് ആയിട്ട് ഞാൻ മനസ്സിൽ കണക്കാക്കുകയാണ്. അവരോടാണ് ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് വീഡിയോ ചെയ്യുന്നതിൽ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല. പിന്നെ അതുമാത്രമല്ല, നമുക്ക് ചെയ്യുന്ന എൻ്റെ ചാനലിൽ എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റും യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻറ്റ്. അതാണ് ഞാൻ എപ്പോഴും പോസ്റ്റ് ചെയ്യുന്നത്. എനിക്ക് ലൈഫിൽ റിലേറ്റബിളായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ചില സേവിങ്സ് അങ്ങനെയുള്ള വീഡിയോസുകളൊക്കെയാണ് ഞാൻ കൂടുതൽ പോസ്റ്റ് ചെയ്യാറുള്ളത്. എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, കൺസിസ്റ്റൻസി. ഞാനിപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തത് കൺസിസ്റ്റൻസിക്ക് വേണ്ടിയാണ്. അന്ന് നഷ്ടപ്പെട്ടത് എനിക്കൊരു കൺസിസ്റ്റൻ്റായിട്ട് ഡെയിലി എനിക്ക് വീഡിയോ ഇടാൻ പറ്റണം. ഡെയിലി ഒരു ഫിയർ ഇല്ലാതെ എനിക്ക് എൻ്റെ ഓഡിയൻസിൻ്റെ അടുത്ത്, അതായത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് എനിക്ക് സംസാരിക്കാൻ പറ്റണം. ഈ ഒരു ഫിയർ മാറ്റണം. പിന്നെ അതുപോലെ തന്നെ ഇതൊരു സെൽഫ് ഗ്രോത്ത് ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഓരോ ദിവസവും വീഡിയോ ചെയ്യും തോറും നമ്മൾ പുതിയ നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റ് എന്തെങ്കിലും ആലോചിക്കും. അതായത് നമ്മളതിനെപ്പറ്റി എന്തെങ്കിലും നോക്കും, അല്ലെങ്കിൽ മറ്റ് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെ പറ്റി നോക്കും, കണ്ടൻറ്റ് എഴുതും, അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കും. ഡെയിലി നമ്മൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമ്മൾ ക്യാമറയുടെ മുന്നിൽ സംസാരിക്കാൻ പറ്റുന്നത്. അറ്റ്ലീസ്റ്റ് നമ്മൾ എന്തെങ്കിലും ഒരു പ്രിപ്പറേഷൻ ചെയ്തിരിക്കത്തില്ലല്ലോ. ഇതാണ് എനിക്ക് വേണ്ടത്. അതായത് എനിക്കതുകൊണ്ട് ഒരു മടി തോന്നുന്നില്ല. ഇതെൻ്റെ ഒരു സെൽഫ് ഗ്രോത്താണ്. അല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിനകത്ത് തന്നെ അടച്ചിരുത്തപ്പെട്ടു പോകും. എനിക്ക് വേറൊന്നും എൻ്റെ ഒരു ഗ്രോത്തിന് വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് പുതിയ എഡിറ്റ് സ്കില്ലുകൾ പഠിക്കും, പുതിയ എന്തെങ്കിലുമൊക്കെ ഐഡിയ കിട്ടും. അപ്പോൾ എന്നെ തന്നെ എനിക്ക് ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. ഇതാണ് എനിക്ക് ഡെയിലി എനിക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. നിങ്ങളും ഇതിനെപ്പറ്റി ഒന്ന് ആലോചിക്കുക. നിങ്ങൾ വീഡിയോ ഇടുന്നത് നിങ്ങൾ ആരും കാണുന്നില്ല എന്ന് നിങ്ങൾ സങ്കടപ്പെടരുത്. നിങ്ങൾക്ക് എത്രത്തോളം ഓരോ ദിവസവും ഒരു സബ്സ്ക്രൈബർ വന്നാലും എനിക്കത് വലിയ കാര്യമാണ്. ഇപ്പോൾ ഈ 2-3 ദിവസം വീഡിയോ ഇട്ടപ്പോൾ തന്നെ എൻ്റെ ചാനലിൻ്റെ അനാലിറ്റിക്സ് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. എല്ലാം ഗ്രീൻ കളറിൽ വന്നു. ക്ലിക്ക് ത്രൂ റേറ്റ് ഉണ്ട്. അതേപോലെ തന്നെ വ്യൂസ്, ഓരോ വ്യൂസും അതെനിക്ക് വളരെ വലിയ ഒരു കാര്യമാണ്. ഓരോ സബ്സ്ക്രൈബർ വന്നു, അതെനിക്ക് ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ്. വാച്ച് അവർ കൂടിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മളുടെ അതിൽ നിന്ന് കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കിട്ടുന്നത്. എനിക്ക് പറയാനുള്ളത് കീപ് പോസ്റ്റിംഗ്, കൺസിസ്റ്റൻ്റായിട്ട് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇനി എന്തെങ്കിലും ഒരു ഡൗട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കുറേ അതേ ഒരു ഫോർമാറ്റിൽ ഇട്ടിട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ കണ്ടൻറ്റ് എന്തെങ്കിലും ഒന്ന് മാറ്റി പിടിച്ച് നോക്കുക.
സോ എന്തായാലും ഇത്രയാണ് ഇന്ന് എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. സോ എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു സുഹൃത്ത്. അപ്പോൾ ഇതുപോലെ ഒരുപാട് സബ്സ്ക്രൈബറായിട്ടും വ്യൂസൊന്നും ഇല്ലാത്ത നിറയെ ചാനലുകളുണ്ട്. അതിൻ്റെ റീസൺ കോമ്പറ്റീഷനാണ്. ഇപ്പോൾ എല്ലാ തരത്തിലുള്ള വീഡിയോസും ഒരുപാട് യൂട്യൂബേഴ്സും ഇഷ്ടം പോലെ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് വന്നിരിക്കുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മുടെ വീഡിയോസ് എത്താൻ വേണ്ടി. സോ അത്തരത്തിൽ നമ്മുടെ വീഡിയോസിനെ ഏത് തരത്തിൽ മാറ്റാൻ പറ്റുമെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തിക്കൊണ്ട് ഒന്ന് ശ്രമിച്ചു നോക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.